ഇന്നലെ ഞാനേ ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില തോമസ് മാർക്കും ജോർജ് മാർക്കും ഒക്കെ കുറച്ച് പരിപ്പുവടിയും ചായയും ഞാൻ വെച്ചിട്ടുണ്ട് അനീഷ് ആർമിക്ക് രാവിലെ തരാ പരിപ്പുവടിയും ചായ എന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് ഉച്ചയ്ക്കായതുകൊണ്ട് വൈകുന്നേരം എടുത്തു വെച്ചോ, ആവശ്യം വരും. അപ്പൊ അനീഷ് പി ആർ തെറ്റാണെന്ന് ഞാൻ എവിടെയും പറയാറില്ല. അനുമോക്ക് വേണ്ടി ലക്ഷങ്ങൾ വാങ്ങി ചെയ്യുന്ന വിനു ആണെങ്കിലടക്കം ഞാൻ പറയാറുണ്ടാ, അവർക്ക് ലക്ഷങ്ങൾ ആളുകൾ കൊടുക്കുന്നു, അവരതിന് പണിയെടുക്കുന്നു. പ്രശ്നമാവുന്നത് എവിടെയാ? അൺവാണ്ടഡ്ലി ഒരു വ്യക്തിയുടെ ഫേക്ക് ആയിട്ടൊരു വ്യക്തിയുടെ നേരെ ഒരു അലിഗേഷൻ ഇടുക, ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ ഒരുമാതിരി ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അൺവാണ്ടഡ്ലി ഒന്നിലും പെടാത്ത ഒരാളെ പിടിച്ചിട്ട് ബുള്ളി ചെയ്യുക. ഇങ്ങനത്തെ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് എത്ര വലിയ PR ആണെന്നുണ്ടെങ്കിലും ആ കാണിക്കുന്നത് തന്തയില്ലായ്മയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ സീസൺ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ഞാൻ അടക്കമുള്ള ആളുകളൊക്കെ പാട്ടായിട്ടുള്ള ഒരു ബുള്ളിങ് ഇവിടെ നടന്നിട്ടുണ്ട്. അതിനൊക്കെ എതിരെയാണ് ഞാൻ ഈ വർഷം എന്ത് ചെയ്തത്. എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. എനിക്ക് പല പേഴ്സണൽ കാര്യങ്ങൾ പലരിതും എടുത്തിടായിരുന്നു. ഇപ്രാവശ്യം വന്ന കണ്ടസ്റ്റൻസിൻ്റെയും പലരിതുമായിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ. പക്ഷെ ഞാൻ ഇപ്രാവശ്യം റെഡി ആയിരുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്ത് ഒരുപാട് പേരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ചെയ്യരുത് മക്കളെ. മനസ്സിലായോ? ബിഗ് ബോസ് ഷോന്റെ അകത്ത് അവർ പറയുന്നതോ അവർ കാണിക്കുന്നതോ ആയിട്ട് ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അവിടെ അവർ പേഴ്സണലായിട്ട് പോകണം. ബിഗ് ബോസ് ഷോനകത്ത് 2 കണ്ടസ്റ്റന്റ് പേഴ്സണലായിട്ട് പോകണം. പുറത്ത് കുറേ PR ടീമുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ പേഴ്സണലി അവരെ ഹറാസ് ചെയ്യണം. അത് ആകെ ഈ സീസണിൽ നടന്നത് ലക്ഷ്മിയുടെയും ആദില നൂറയുടെയും കേസാണ്. ആ ടൈമിൽ എന്നാലും വെരി കൺട്രോൾഡ് ആയിട്ടാണ് ഞാൻ ആ വിഷയം ഹാൻഡിൽ ചെയ്തതെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. അപ്പൊ പറഞ്ഞു വരുന്നത് അനീഷ് PR ഇന്നലെ ഒരു ഉച്ച മുതൽ അനീഷ് PRന് ഇരിക്കപ്പുറതിയില്ല. കാരണം എന്താ? ഈ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു എന്നുള്ളത് അനീഷ് PRന് ലീക്കായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ബിഗ് ബോസിന്റെ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ടീം ഹെഡ്സ്, ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയില്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, ഇവിടെ എവിക്ഷൻ ഡീറ്റെയിൽസ് ചോരുന്നത് അത് നിങ്ങളുടെ TRPനെ ബാധിക്കും, നിങ്ങളുടെ എപ്പിസോഡിന്റെ റേറ്റിങ്ങിനെ ബാധിക്കും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതിനേക്കാൾ ഭയാനകമായ ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുനിന്ന് നമ്മൾ ഡിഫേർഡ് ലൈവാണ് കാണുന്നത്, ഒരു ദിവസം വൈകിയ ലൈവ്. പക്ഷെ ഒരു ദിവസം എന്താണോ അവിടെ നടന്നത്, ഇന്ന് നടന്നത് എന്താണോ അത് ഇന്ന് തന്നെ PR ടീമിനെ എത്തിക്കാനും അത് PR ടീം വെളുപ്പിക്കാനും നടക്കുന്ന പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അത് ജെന്യൂൻ ആയിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസിന് ഭയങ്കരമായിട്ട് ബാധിക്കും, നിങ്ങളുടെ ക്രെഡിബിലിറ്റിനെയും ബാധിക്കും. നിങ്ങൾ അത് സെൽഫായിട്ട് ചെക്ക് ചെയ്യുക. അപ്പം പറഞ്ഞു വന്നത്, ഇന്നലെ ഒരു ഉച്ച മുതൽ അനീഷ് PRന് ഉറക്കല്ല. അനുമോൾ അനീഷ് ഏട്ടൻ പ്രപ്പോസ് ചെയ്തു, അതെങ്ങനെ വെളുപ്പിക്കണം എന്ന് നോക്കി നടക്കുകയായിരുന്നു അനീഷ് PR. അപ്പോഴാണ് തോമസ് ജോർജ് പറ അത്യാവശ്യം ഈ ബിഗ് ബോസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ളവർക്കൊക്കെ അറിയുമായിരിക്കും ഇവരെ. ഈ ഫോട്ടോ കാണുന്നവനാണ് തോമസ് ജോർജ്. ഇവൻ തന്നെയാണ് ഇന്നലെ ഇവന്റെ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ തമ്മിലിട്ട് വീഡിയോ ഇടുന്നുള്ള രീതിയിൽ എനിക്ക് സാധനം ഇട്ട് തന്നത്. ഇവന് നാണവും മാനവും ഉളുപ്പും ഉശിരും ഇല്ല, സൗണ്ടും ഇല്ല. കാരണം കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഇവന്റെ ശബ്ദം ആരും കേട്ടിട്ടില്ല. മനസ്സിലായി? ഇവന് പേടിയാണ്, പേടിത്തുറി നമ്പർ 1. അതാണ് ഇവൻ. ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്. ഗ്രൂപ്പിലൊക്കെ ഇരുന്ന് മെഴുകി കമന്റ് ഇടാനും ഇതേപോലെ വെട്ടായിട്ട് കുറെ സാധനങ്ങൾ എടുത്തിട്ടിട്ട് മാസ് കളിക്കാനും ഇവനറിയാം. ഇവൻ അനീഷ് PR ആണോ എന്ന് ചോദിച്ചാൽ ജെനുവിൻ അനീഷ് PRകൾ ഇവന്റെ നേരെ ചെരുപ്പൂരി അടിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ജെനുവിൻ അനീഷ് PRകൾക്ക് ഇവനെ കണ്ടുകൂടാ. കാരണം എന്താ അറിയോ, വർമ്മന 500-5000 പണി അവൻ എടുക്കുന്നത്. ചില സമയങ്ങളിൽ ആ പണി അനീഷിനെ തിരിച്ചടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ജെനുവിൻ ആയിട്ട് വരുന്ന ഓർഗാനിക് ആയിട്ട് വന്ന അനീഷ് ഫാൻസിന് ഇവനെ കണ്ടുകൂടാ. കണ്ടർന്ന് അന്തയ്ക്ക് വിളിച്ചു വിടുകയാണ് ഗ്രൂപ്പിലൊക്കെ. ആട്ടും തുപ്പും കിട്ടിട്ടും ഒരു ഉളുപ്പും ഇല്ലാതെ നടക്കുന്ന ഒരു ജന്മം. ഇതാണ് തോമസ് ജോർജ്. ഇവൻ ഇന്നലെ ഗ്രൂപ്പിനകത്ത് ഇവന്റെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ അനീഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു, ഞാൻ അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ അല്ലെങ്കിൽ 2-3 ആൾക്കാരെ ടാർഗറ്റ് ചെയ്തതായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ജെനുവിൻ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ ജെനുവിൻ ഓഡിയൻസ് ഒരിക്കലും അങ്ങനെ പറയൂല. പക്ഷേ അനുമോളെ സ്നേഹിക്കുന്നവരും അനീഷിനെ സ്നേഹിക്കുന്നവരും അക്ബറിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ തോന്നാം ഞാൻ അവർക്കെതിരെ പറയുമ്പോൾ, ഇവനെന്താ എതിരെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അനുമോക്കെതിരെ പറയാൻ സീക്രട്ട് ഏജന്റ് കാശ് വാങ്ങി എന്നുള്ള വോയിസ് ആരൊക്കെയോ എന്തൊക്കെയോ എടുത്തിടുന്നുണ്ട്. അനുമോളുടെ ഗെയിം എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഇന്ന് അനീഷിനോട് ഗെയിം കളിച്ച സാധനവും വളരെ വൃത്തികെട്ട ഗെയിമാണ്. അപ്പൊ വൃത്തികെട്ട ഗെയിം കളിക്കാൻ അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, ഒരു കണ്ടസ്റ്റന്റ് കളിക്കുന്നു എന്നുള്ളത്. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എനിക്ക് ഒരാളുടെ ഗെയിം വെറുക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ലേ. അപ്പത്തേക്ക് കാശ് വാങ്ങി എന്ന് പറയേണ്ട ആവശ്യം നിങ്ങൾക്കുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു ഇത്രയേ ഉള്ളൂ. അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തിക്കെതിരെ 1-2 ദിവസമായിട്ട് ഇയാൾ ഈ അനുമോളെ പിന്നാലെ ഡിങ്കം കളിച്ച് നടക്കുന്നതും ഈ പറഞ്ഞ അനുമോൾ കൈൻഡായിട്ട് നടക്കുന്നതും ഒക്കെ കാണുമ്പോൾ എന്തെന്നാ ഇയാൾ കാണിക്കുന്നത്? ഒറ്റക്കൊമ്പനായിട്ട് വന്നിട്ട് ഈ ചെങ്ങായി ഇങ്ങനെ പ്രപ്പോസൽ സീനുമായിട്ട് മുന്നോട്ട് പോയാൽ മോശമല്ലേ? മനസ്സിലായോ? ഞാൻ ഇതൊരു ഒരാഴ്ചയായിട്ട് എല്ലാ ഗ്രൂപ്പിലും, ഞാനുള്ള ഗ്രൂപ്പിലൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ,
അനീഷ് അനുമോളെ കയറി പ്രപ്പോസ് ചെയ്യും. ഞാൻ മറ്റേ കബഡി നിരത്തിയിട്ടോ ഇലുമിനാറ്റി ആയിട്ടോ ഒരാഴ്ചയായിട്ട് പറയുന്നതല്ല. ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അത്യാവശ്യം ഒന്ന് കണ്ടാൽ മനസ്സിലാവാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പം പല ആളുകളും അങ്ങനെ ഗസ് ചെയ്യാറുണ്ടല്ലോ. ഞാനത് ഗസ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, ഇയാളെങ്ങാൻ കയറി ഞാൻ മോളെ പ്രപ്പോസ് ചെയ്യുമോ? അല്ലെ ഞാൻ സ്ക്രിപ്റ്റ് ഇട്ടതുകൊണ്ടല്ലോ ബിഗ് ബോസ് ഷോ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റിനല്ലല്ലോ അനീഷ് അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണോ? അല്ലല്ലോ. ഒരു ഇൻഡ്യൂഷൻ, ആ ഇൻഡ്യൂഷൻ്റെ മുകളിൽ പറഞ്ഞൊരു കാര്യം. അതിങ്ങനെ ഞാൻ റിപ്പീറ്റഡ്ലി പറയാറ്. ഞാൻ പല ഇൻഡ്യൂഷൻസും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഈ അനീഷ് അനുമോളുടെ കോമ്പോൻ്റെ ഐറ്റം. ഇത് പൊട്ടി നിൽക്കുകയായിരുന്നു ആർക്ക്? അനീഷ് പി ആറിന്, പ്രത്യേകിച്ച് ഈ തോമസ് ജോർജിന്. ഇവൻ ഗ്രൂപ്പിൽ സാധാരണ എന്ത് ചെയ്യുന്നറിയോ? ഇന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നെക്കുറിച്ച് നെഗറ്റീവ് ഇടുന്ന പോസ്റ്റുകളൊക്കെ കൊടുന്ന് പല ഗ്രൂപ്പിലിടും. ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് വെക്കാം. ഈ ഗ്രൂപ്പിലിട്ടിട്ട് ഇന്നോട് ഇങ്ങനെ അറ്റ് ദ റേറ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് ഇന്നെ മെൻഷൻ ചെയ്യും. ഞാൻ ഇതിനൊരു തിരിഞ്ഞു നോക്കാറില്ല ഇവൻ എന്തെന്നാ ഈ കാണിക്കണേന്നുള്ളത്. കാരണം ഇവൻ തന്നെ സ്വയം മാറാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക മറ്റേ സീവേജ് ആണ്. മനസ്സിലായോ? സ്വയം നാറാൻ. ഈ സീവേജ് എങ്ങനെയുള്ള ഈ കാവായ എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ്? അത് സ്വയം നാറാൻ റെഡിയാണ്. നാട്ടിലെല്ലാ മാലിന്യങ്ങളും എടുത്ത് അങ്ങോട്ട് പോകാൻ റെഡി. ഇവൻ മാലിന്യങ്ങൾ എടുത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, ഇവൻ സ്വയം മാലിന്യക്കുണ്ടായിട്ട് ജീവിക്കുന്ന ഒരുത്തനാണ്. സ്വയം നാറ്റക്കേസായിട്ട് മുന്നോട്ട് പോകണം. ഇവന്റെ കൂട്ടക്കാരും കുടുംബക്കാരൊക്കെ എങ്ങനെ ഇവനെ സഹിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്താണ് ഇത്? ഇജാതി മുതലിനെയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഇങ്ങനെ സ്വയം നാറാൻ നടക്കുന്നവൻ സൊസൈറ്റിക്ക് എന്നും ത്രട്ടാ. അപ്പൊ ഈ വൃത്തികെട്ടവൻ ഇന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഒരു 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 സാധനം ഇട്ട് ഗ്രൂപ്പിനകത്ത് എൻ്റെ ഡോഗിനെ വെച്ചിട്ട്. നമ്മൾ പല രീതിയിലും പലരെയും ട്രിഗർ ചെയ്യാൻ നമ്മൾ പലതും പറയും ഗെയിം വെച്ചിട്ട്. ഈ സീസണിൽ നമുക്ക് അനീഷിന്റെ ഗെയിമിനെ പറയാം, അനുമോളുടെ ഗെയിമിനെ പറയാം, നെവിന്റെ ഗെയിമിനെ പറയാം, അക്ബറിന്റെ ഗെയിമിനെ പറയാം, അതൊക്കെ പറയാം. ഞാനൊരു പ്രീവിയസ് കണ്ടസ്റ്റന്റ് ആണെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ വന്ന വ്യക്തിയാന്ന് വിചാരിച്ചിട്ട് ഈവൻ എന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടി പട്ടി ചത്ത് അറിഞ്ഞ് ഒരു വീക്ക് കരഞ്ഞ ആളാണ് അനുമോൾ കരച്ചിൽ കാർഡ് ഇറക്കി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞൊരു സാധനം. എനിക്ക് പട്ടി ചത്തത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ളൊരു പരിപാടിയാണ്. ഞാൻ കൊടുത്തുവന് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, ഗ്രൂപ്പിലിട്ട് തന്നെ ഞാൻ പച്ചയ്ക്ക് കൊടുത്തുവന് ലെഫ്റ്റ് റൈറ്റ്. അതിലിവന് കുരു പൊട്ടി. അവിടെ കുരു പൊട്ടി ഇവൻ എന്ത് ചെയ്ത്, പിന്നെ അവന് മനസ്സിലായി കാര്യം കയ്യിൽ നിന്ന് പോവും, സീരിയസ് ആവും, ഞാൻ അവൻ്റെ പിന്നാലെ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ സോറി പറഞ്ഞു. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് സോറി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ അങ്ങോട്ട് ആദ്യം ഇവ ഇങ്ങോട്ട് പറയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. അതായത് ഞാൻ വീട്ടുകാരെ വിളിച്ചടേ, എനിക്കെൻ്റെ ഡോഗിനെ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിലും കണ്ടു കാണും. ഈ റീസെൻ്റ്ലി തന്നെ ഞാൻ ഒരാളെ നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് വീട്ടുകാരെ വിളിച്ചിട്ട്. ഞാൻ അങ്ങനെ ആദ്യം വീട്ടുകാരെ വിളിച്ച് പറയാത്തൊരു വ്യക്തിയാണ് ഇനീഷ്യലി. പക്ഷേ ഞാൻ അത് പറയാനുള്ള ഒരു കാരണം, എൻ്റെ ഡോഗിനെ പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അത് എൻ്റെ ഒരു ട്രിഗറിങ് പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞു പോകും, ഞാൻ വീട്ടുകാരെ പറയും. കാരണം എനിക്ക് അവൻ്റെ സെന്റിമെന്റ്സ് പിന്നെ ഹേർട്ട് ആക്കണമെന്നേ ഉള്ളൂ. മനസ്സിലായോ? അവിടെ പിന്നെ ഞാൻ മറ്റേ പ്രോഗ്രഷനും എൻ്റെ പ്രോഗ്രഷനും നന്മവരൊക്കെ ഞാൻ എടുത്ത് സൈഡിൽ വെച്ചിട്ട് ഞാൻ കൂട്ടിക്കും. അപ്പം ഇവന് കിട്ടി. ഞാൻ പിന്നെ നമ്മുടെ ഒരു മാന്യത ഉണ്ടല്ലോ, തോമസിനോട് പറഞ്ഞു, വീട്ടുകാരെ പറഞ്ഞു സോറി, അവനും സോറി പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇവൻ വിഷമാണ് എന്നുള്ളത് ഈ അനീഷ് പി ആറിന്റെ കൂട്ടത്തിൽ നിന്നിട്ട് അനീഷ് പി ആറിന്റെ തലപ്പത്തിരിക്കുന്ന സനീഷ് അടക്കമുള്ളവന്മാർ വിഷമാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. ഇവിടെ അനുമോളുടെ പി ആർ മാത്രമാണ് എക്സ്പോസ്ഡ്. വിനു ബാക്കിയുള്ളവരുടെ പി ആർ ഒന്നും അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടില്ല. എന്നാൽ അനുമോളുടെ പി ആറിനെ പോലെ തന്നെ, കാശിന്റെ കണക്കൊന്നും എനിക്ക് അറിയാൻ പാടില്ല, അനുമോളുടെ പി ആറിന് അത്ര തന്നെ, അല്ലെങ്കിൽ അനുമോളുടെ പി ആറിനേക്കാൾ കൂടുതൽ പണിയെടുത്തതും പണിയെടുക്കാൻ അറിയുന്നതുമായിട്ടുള്ള വലിയൊരു ജയന്റാണ് ഈ അനീഷിന്റെ പി ആർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ തോമസ് ജോർജ്. ഇവർക്കെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ അനീഷിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങിയെന്ന് കാണുമ്പോഴത്തേക്ക് അവർക്കെതിരെ കൊട്ടും കോലും എടുത്ത് വന്ന് അവരെ ഡീഫെയിം ചെയ്ത് അവരെ ബുള്ളി ചെയ്യുന്നതാണ് അനീഷ് പി ആറിന്റെ പ്രധാന പരിപാടി. അതിനുള്ള ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ ആദ്യം അത് ഈ അനുമോള് അനീഷ് പ്രപ്പോസൽ സീനിൽ ഇവൻ ഗ്രൂപ്പിൽ വന്നിട്ട് ഈ തോമസ് ജോർജ് ഒരു കമന്റ് ഇട്ട്. ആ കമന്റ് ഇങ്ങനെയായിരുന്നു: ബ്രോ നാളെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞോ എന്നോട് ചോദിക്കുകയാണ്. അതായത് ആ അത്രയും ആളുകളുള്ള ഗ്രൂപ്പിൽ ഇവൻ വന്നിട്ട് 600-500 പേരുള്ള ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, അനുമോളും അനീഷും തമ്മിലുള്ള പ്രപ്പോസൽ സീൻ ഞാൻ അറിഞ്ഞോ? അപ്പൊ അതിനർത്ഥം എന്താ? ഇവൻ ഇത് നാട്ടുകാരെ അറിയിക്കണം, ഞാൻ ത്രൂ എൻ്റെ തലയിലിട്ടിട്ട്. ഞാൻ പറഞ്ഞു, നീ അല്ലടാ പി ആർ, എനിക്ക് എങ്ങനെ അറിയാൻ പാടും? അങ്ങനെ സാധനം ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ ഇനീഷ്യൽ സാധനം അതാണ്, ഉണ്ടായിട്ടുണ്ടോ? ഞാനിത് ചോദിച്ചു. അപ്പൊ ഇവന്റെ ആവശ്യം എന്തായിരുന്നു? ഈ സാധനം പുറത്ത് വിടണം. അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു എന്നുള്ള സാധനം ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ബിഗ് ബോസിന്റെ പ്രൊമോ വരുന്നതിന് മുമ്പ് അനീഷ് പി ആറിന് ഈ സാധനം ജനങ്ങളെ അറിയിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൽ വെള്ളപൂശൽ നടത്തണം, അനുമോളെ ഡീഫെയിം ചെയ്യണം, ഈ പരിപാടികൾ അവർക്ക് തുടങ്ങണം. ഇതേ മൈൻഡ് സെറ്റുള്ള ഇവൻ ഈ ഇന്നലെ ഏകദേശം ഒരു 8 മണിയാവുമ്പോൾ രാത്രി ഈ സാധനം ഇട്ടു. എപ്പിസോഡ് വരുന്നതിന് മുമ്പ് 8:55 9 മണിയാകുമ്പോഴത്തേക്ക് ഇവൻ ഈ സാധനം ഇട്ടു. ഇവൻ ഇട്ടതിന് ശേഷം ഇവൻ എന്ത് കാണിച്ചു അറിയോ? അടുത്തതൊരു വോയിസ് കൊടുന്നിട്ടു. ഈ വോയിസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഒരു ലൈവും അല്ല, ഇപ്പൊ ഓൾറെഡി ബിഗ് ബോസിനകത്ത്
ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞു. ഇത് PR ക്ലബ്ബുകാർ മാത്രം അറിഞ്ഞു. ഈ അറിഞ്ഞതിൽ നിന്ന് ഒരു PR ക്ലബ്ബിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. മനസ്സിലായോ? ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇത് സായി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അനീഷിന്റെ PR ക്ലബ്ബിൽ നിന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ? കണ്ടോ, സായി പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. സായി പറയേ, ഞാൻ ആരോട് പറയാൻ? എന്റെ മൈൻഡ് ഇങ്ങനെ, ഞാൻ ആരോട് പറഞ്ഞടി, ഇവന്മാരെന്തീ പറയുന്നത്, ഞാൻ ആരോട് പറഞ്ഞു ഈ പറയും. ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ, ഇപ്പൊ നമുക്ക് ചിലപ്പോൾ പല വഴികളിലൂടെ പല കാര്യം അറിയാം. ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഞാൻ ഈ സീസണിൽ ഇങ്ങനത്തെ കുരുട്ട് പരിപാടികൾ കാണിച്ചിട്ടില്ല. ആകെ എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു സാധനം ഉണ്ടായത്, നെവിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ സമയത്ത് നീ എന്താ പൊട്ടനാന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ട്. ഞാനത് വിത്തിൻ ഒരു 10-18 മിനിറ്റ് 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. എനിക്ക് തോന്നി അയ്യ വേണ്ട, ആൾക്കാർ അതിൻ്റെ ഒരു എൻജോയ്മെന്റിൽ എടുക്കണം. അതിനുശേഷം ഞാൻ ഈ സീസണിൽ ഒരു സാധനം ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ടോ അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളോ കുറെ മുന്നേ ഒന്നും വന്ന് ഞാൻ പൊട്ടിച്ചിട്ടില്ല. മനസ്സിലായോ? ഞാൻ ഒരു കണ്ടസ്റ്റന്റ് ആണ്. ആ ചാനൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ ടീം എടുക്കുന്ന എഫേർട്ട് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അതിൽ നിന്നാണ് നമ്മൾ അന്നം മേടിച്ച് തിന്നുന്നത്. പക്ഷെ ഇവനെ പോലുള്ള PR എന്ത് ചെയ്യുന്നറിയോ? ഇവർക്ക് വെളുപ്പിക്കണം. അനീഷ് എങ്ങാനും നെഗാവോ, ഈ പ്രപ്പോസൽ സീന് വന്ന നെഗാവോന്ന് പേടി മൂത്തിട്ട് ആദ്യം അനുമോളെ കയറി നെഗടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരിത് ഇന്റെ തലയിൽ വെച്ച് തന്നു. ഈ വോയിസ് ആരാണ് ഇന്റെ നേരെ ഇട്ടേന്നുള്ളത് എനിക്ക് അറിയേണ്ടിയിരുന്നു. ഞാനപ്പോൾ ഈ വോയിസ് ആരുതാ തപ്പിപ്പോയപ്പോൾ വിജിരാജിൻ്റെയാണ് വോയിസ്. വിജിരാജിനെ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം. വിജിരാജിനെ, ഞാനോ വിജിരാജോ തമ്മിൽ പേഴ്സണലി ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, ഈ വോയിസ് കേട്ടപ്പോൾ എനിക്ക് വിജിരാജിൻ്റെ ആണെന്ന് മനസ്സിലായപ്പോൾ ഇവൻ വേറൊരു ഗ്രൂപ്പിൽ ഇതേ പൂച്ച, വേറെ ഗ്രൂപ്പ്, നമ്മളെ ഗ്രൂപ്പിൽ തന്നെ, ഞാനൊക്കെ ഉള്ള ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞു, ഒരു പൂച്ചയുടെ DP ഇട്ട ഇവനാണ് ഈ സാധനം ഇട്ടെന്നുള്ളത്. ഞാൻ അല്ലാത്തൊരു ഗ്രൂപ്പിൽ, ഞാൻ ഇല്ലാത്തൊരു ഗ്രൂപ്പ് കൊണ്ടുപോയി പറഞ്ഞു. സീക്രട്ട് ഏജന്റും വിനുവിൻ്റെയും പ്ലാൻ, ഇതിന് വിനുവിനും വെച്ച് കെട്ടിയിട്ടുണ്ട്. സീക്രട്ട് ഏജന്റിന്റെ ഒപ്പം ചെയ്തത് പൂച്ച DP ഇട്ട PR അനീഷ് ആർമിയുടെ വക ഒരു കൂപ്പ് കൈ എന്ന് പറഞ്ഞൊരു സാധനം. അതായത് ഞാനും വിനുവും കൂടി ചേർന്ന് അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നാളെ ശ്രമിക്കും. ഈ പ്രപ്പോസൽ സീന് പുറത്ത് വന്നാന്ന് പറഞ്ഞിട്ട് ഈ പൂച്ചയുടെ DP ആണ് ഇത് പുറത്ത് വന്നത്. സ്മൈൽ BB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂച്ചയുടെ DP എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. എല്ലാ ഗ്രൂപ്പിലും കൊണ്ടുപോയി തട്ടി. ഞാൻ ഈ പൂച്ചേൻ്റെ DPയും ഈ വോയിസും കേട്ടപ്പോൾ ഞാൻ ആളെ കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്കിതൊരു ഒരു ഫേക്ക് സാധനം വരുന്നതല്ലേ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമേ വിളിച്ചു പറഞ്ഞു ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ സീൻ ഉണ്ട് എന്നുള്ളതൊക്കെ. അതുവഴി എന്താ 2 കാര്യങ്ങളാണ് അനീഷ് PR നടക്കുക. ഒന്ന്, ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് അനീഷിനെ എന്ത് ചെയ്തു, ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോളുടെ ഒപ്പം കൂടിയിട്ട് ഞാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. പിന്നെ ബിഗ് ബോസിനകത്ത് നടന്ന ഈ ഒരു സാധനം ബിഗ് ബോസ് പോലും പുറത്തു വിടുന്നതിന് മുമ്പ് സീക്രട്ട് ഏജന്റ് പലരോടും പറഞ്ഞു. ഈ സംഗതി പുറത്ത് കൊണ്ടുവരാനാണ് ഈ അനീഷ് PR മാറിയ പരിപാടി ഇവൻ കാണിച്ചത്. ഞാനിതിന് പിന്നാലെ ചെന്നപ്പോഴാണ് എനിക്ക് ഞെട്ടുന്ന കുറേ സത്യങ്ങൾ കിട്ടിയത്. അനീഷിന് PR ചെയ്യുന്ന MS ഗ്രൂപ്പ് അല്ലെങ്കിൽ MS അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. MS ആണ്, മാഹി ബേസ്ഡ് PR ടീമാണ്. ക്രിക്കറ്റ് PR ചെയ്യുന്ന ഒരാളാണ്. അനീഷിന് ക്രിക്കറ്റ് ബേസ് ഉണ്ട്, അനീഷിന്റെ ബ്രദറിന് ക്രിക്കറ്റ് ബേസ് ഉണ്ട്, അബീഷ് പോണ്ടിച്ചേരി കളിച്ചിരുന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിലുകൾക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എനിക്ക് ഒരാളുടെയും ഡീറ്റെയിൽസ് എടുത്ത് കുത്തിപ്പൊക്കി ഇടാൻ ഈ വർഷം ഒരു താല്പര്യമില്ല. ഇടാനായിരുന്നെങ്കിൽ പലരുടെയും പല ഡീറ്റെയിൽസും, മനസ്സിലായോ? ഈവൻ ഈ പ്രപ്പോസൽ സീന് നടന്നപ്പോൾ അടക്കം പല ഡീറ്റെയിൽസും എനിക്ക് അടിക്കായിരുന്നു. ഞാൻ അടിച്ചിട്ടില്ല, അടിക്കാനും പോകുന്നില്ല. ഓക്കെ, വെളിയിൽ വന്നാൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ സ്വയം കരുതുന്നത് കൊണ്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും വന്നാൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് വരുമ്പോൾ മാന്യമായിട്ട് ഇത് വേണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോവാറുണ്ട്. അത് ഇനിയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വിഷയം ഇതിൻ്റെ തലയിൽ വെച്ച് തന്നപ്പോൾ ഞാൻ ഈ വിജിരാജ് അഞ്ചലിനെ വിളിച്ചു. ആരാണ് നിന്നെക്കൊണ്ട് ഇത് സീക്രട്ട് ഏജന്റ് ആണ് പറഞ്ഞത് ഈ പ്രപ്പോസൽ സീനിനെ കുറിച്ച് എന്നും സീക്രട്ട് ഏജന്റ് പ്ലാൻ ചെയ്ത് അനീഷിനെ ഡീഗ്രേഡ് ചെയ്യുന്നു നിന്നെക്കൊണ്ട് ആര് പറയിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ അനീഷ് PR എക്സ്പോസ്ഡ് ആയി. വിജിരാജ് ബ്രോ, അല്ല ആ വീഡിയോയുടെ കാര്യമില്ല, അല്ല ഓഡിയോയുടെ കാര്യമില്ലേ? കാരണം ഇന്നലെ എനിക്കിത് കുറെ പേര് ഗ്രൂപ്പിൽ അയച്ചു. ഈ തോമസ് ജോർജ് അത് ഗ്രൂപ്പിലിട്ടു. പിന്നെ പേഴ്സണലി കുറെ പേര് എനിക്ക് അയച്ചു. ഞാൻ നോക്കുമ്പോ ഇത് ഞാൻ ഈ പറഞ്ഞ അനീഷിന്റെയോ അനുമോളുടെയോ ഈ പ്രപ്പോസൽ സീന് ഞാനൊരാഴ്ചയായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പല ഗ്രൂപ്പിലും. എന്ത് ചേട്ടാ, ഞാൻ കാര്യം പറയട്ടെ. രാവിലെ എന്നെ പുള്ളിക്കാരെ സനീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സനീഷ് നമ്മുടെ MS ഗ്രൂപ്പ് മറ്റേ PR ചെയ്യുന്ന MS ഗ്രൂപ്പ്, അനീഷിന് PR ചെയ്യുന്ന ഗ്രൂപ്പ് അല്ലേ? അപ്പൊ പുള്ളിക്കാരൻ എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വിളിച്ചിട്ട് ഇന്നലത്തെ എപ്പിസോഡ് ഫുൾ എനിക്ക് പറഞ്ഞു തന്നു. അല്ല ഇന്നലത്തെ അല്ല, ഇന്നിപ്പോ നമ്മൾ ഈ കണ്ട എപ്പിസോഡിലെ ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചായിരുന്നു. ഇന്ന് ഒരു 9 മണി വരെയുള്ള എപ്പിസോഡൊക്കെ എനിക്ക് ഏകദേശം അറിയാം.
അപ്പൊ ഇത്ര എപ്പിസോഡ് എനിക്ക് കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നിരുന്നു. തന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ തോമസ് ജോർജ് ഓൾറെഡി ഇത് അറിഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഒരു എന്തോ BBMS അങ്ങനെ കണ്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഞാനുണ്ട്. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരെ ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ പറയുവാണ് തങ്കച്ചന്റെ കാര്യവും തങ്കച്ചനെ അനുചതിച്ചു. ആക്ച്വലി പല ഗ്രൂപ്പിലും അനീഷിന്റെ PR എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അല്ല, പുള്ളിക്കാരൻ PR ആണ്. ശരിക്കും സനീഷിന്റെ സുഹൃത്താണ് ഈ തോമസ് ജോർജ്. അത് എനിക്ക് തോന്നുന്നു അനീഷിന്റെ ചേട്ടനെ പോലും അറിയാമോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സനീഷിനോട് ചോദിക്കാൻ നേരത്ത് പറയുന്നത് പുള്ളിക്കാരൻ അറിയാന്നാണ് പറയുന്നത്. അറിയാന്നാണ് പറയുന്നത്. പക്ഷെ ഇവര് ഇത് ചെയ്യുന്നില്ലേ? ഇപ്പൊ നമ്മൾ പറയുന്ന അനുമോൾക്ക് 16 ലക്ഷത്തിന്റെ PR ഉണ്ടെന്ന് പറയുന്നു. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യം അറിയില്ല. പക്ഷെ ആ ഒരു ഇത് വെച്ച് അതുണ്ടല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളിക്കാരൻ ആദ്യം എന്നോട് പറഞ്ഞു മൈജിയുടെ എന്ന് പറഞ്ഞു. പക്ഷെ അല്ല, പുള്ളിയുടെ ചേട്ടൻ തന്നെ കൊടുത്തിയ അത് പുള്ളി എന്നോട് പിന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇവ ഈ വേല കാണിച്ചോണ്ടാണ് ഞാൻ സനീഷിനെ രാവിലെ വിളിച്ചപ്പോഴും പറയുന്നത് എന്റെ പേര് വെളിയിൽ പോവല്ലെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് വേറെ വഴിയില്ലല്ലോ ഈ തോമസിനെ കാണിക്കുന്നത്. അല്ല, എന്താ പ്രശ്നം എന്നറിയോ? സനീഷ് ആണെങ്കിലും തോമസ് ആണെങ്കിലും ഒരു വഴിക്കും ഇതിൽ ബന്ധപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതെ. അല്ല, ഞാൻ നിങ്ങളുടെ പേര് പറയാൻ കാരണം വേറൊന്നുമല്ല. എന്നോട് ഈ തർക്കം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ കാര്യം അവിടെ ചോദ്യം ചെയ്ത ഉടനെ തൊട്ടു അവ ഈ തോമസ് ജോർജിന്റെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അവ ഈ വോയിസ് എടുത്ത് ഫോർവേഡ് ചെയ്ത് സനീഷിന് കൊടുത്തു. അപ്പൊ സനീഷ് അവിടെ പറയുന്നുണ്ട്, ഇവിടെ ഒരു കാരണവശാലും എന്നോട് എന്റെ പേര് പറയരുത്, നീ ഒരു കാര്യം ചെയ്ത് സായി ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, സായിയുടെ പേര് പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ പേര് പറയുന്നത്. മനസ്സിലായി. അതായത് പക്ഷെ ഞാനിത് ഫോർവേഡ് ആകുന്നു ഇത്ര വലിയ ഇഷ്യൂ ആകുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. സനീഷ് ഇത് നൈസായിട്ട് ഇന്റെ പേര് പറഞ്ഞോന്ന് വിജയരാജിനോട് പറഞ്ഞു. അതെ. തോമസ് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്നലെ ഒരു ഗ്രൂപ്പിൽ ഇന്റെ ഡോഗിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഈ ഡോഗിനെ കുറിച്ച് പറഞ്ഞ വിജയരാജ് ബ്രോക്ക് അറിയാലോ, എനിക്ക് അത് ഭയങ്കര സെന്റിമെന്റ്സാ. ഞാൻ ചീത്ത പറയും. ബിഗ് ബോസിലും കണ്ടിരുന്ന സംഭവം. അപ്പൊ ഞാൻ ചീത്ത പറയും. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല. ഞാൻ കണ്ണു മൂക്കും നോക്കാതെ ഞാൻ വായ തോന്നി നിങ്ങളെ ചീത്ത വിളിക്കുന്നത് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഞാൻ ഇവനെ നല്ല ചീത്ത വിളിച്ച്, വീട്ടുകാരടങ്ങി ഞാൻ ഇവനെ ചീത്ത വിളിച്ച്. അപ്പോഴാണ് ഇവൻ സോറി പറയുന്നത്. ഇത് ഏതോ ഒരു ഗ്രൂപ്പ് വഴി നിങ്ങളുടെ വോയിസ് വിളിവിടുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഞാൻ ഈ തോമസ് ജോർജിനെ ചീത്ത വിളിച്ചപ്പോ ഇവനൊന്നും തിരിച്ചു പറയാനില്ല. അല്ല, ഇത് മാന്യമായിട്ട് ഞങ്ങൾ 3-4-5 പേര് നടത്തി. അതിനകത്ത് കുറെ പേരുടെ ഈ PR ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ അക്ബർക്കടെ ഉണ്ട്, അത് കണക്ക് തന്നെ അനീഷിന്റെ ഉണ്ട്, ഷാനവാസിന്റെ, എല്ലാവരുടെയും കുറെ അംഗങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പൊ നോർമലി അവിടെ നടന്നൊരു ടോക്കാണ് ഈ പറയുമ്പോൾ തങ്കച്ചൻ ചേട്ടനെ വെച്ച് പറയുക 10 വയസ്സുള്ളൊരു ആളെ വെച്ചിട്ട് 10-30 വയസ്സുള്ള പെങ്കൊച്ചിനെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇത് ചോദ്യം ചെയ്തു. അങ്ങനെയാണ് ഇഷ്യൂ ഉണ്ടാവുന്നത്. കംപ്ലീറ്റ് ഓഡിയോ നിങ്ങൾ കേട്ടല്ലോ. അനീഷ് PRന്റെ ഹെഡായ സനീഷ്, MS ഗ്രൂപ്പ്സിന്റെ സനീഷിനോടാണ് എനിക്ക് പറയാനുള്ളത്. സനീഷെ, ഞാനും നീയും തമ്മിൽ ഒരു പേഴ്സണലി ഒരു വിഷയവും ഇല്ല. ഓക്കെ, ബിനു എങ്ങനെയാണോ PR വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നീയും PR വർക്ക് ചെയ്യുന്നത് ഞാൻ കാണുന്നുള്ളൂ, അത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം PR വർക്ക് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്. നീ ക്രിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു PR വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം. എനിക്ക് കുറേ സംഗതികൾ ഞാൻ ഈ പണി കുറേ കാലമായില്ല മോനെ എടുക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് നീ നിന്റെ ജോലി വൃത്തിക്ക് എടുത്തോ. ആരുടെയും നെഞ്ഞത്ത് കയറാൻ പോകരുത്. ഓക്കെ, എസ്പെഷ്യലി ഇതിലൊന്നും ഇല്ലാത്ത ആളുകളുടെ നെഞ്ഞത്ത് നിങ്ങൾ കയറരുത്. എന്നെ നിങ്ങൾ ഇതിലേക്ക് വലിച്ചിടരുതായിരുന്നു. മനസ്സിലായോ? നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി, നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ പുറത്ത് ജനങ്ങളെ അറിയിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് PR പണി എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ അനീഷിനെ വെളുപ്പിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് മേടിച്ച് നിങ്ങൾ ചെയ്യുന്ന പരിപാടി അതിനിപ്പോൾ അനീഷിന്റെ ബ്രദർ നിനക്ക് PR തന്നതാണെങ്കിലോ, അല്ലെങ്കിൽ നീ സ്വയമേവ ഏറ്റെടുത്ത PR ആണെങ്കിലോ, നീ കാശിന് ചെയ്യുന്നോ, നീ വെറുതെ ചെയ്യുന്നോ, നീ എന്തോ ഒലയ്ക്ക് വേണമെങ്കിലും ചെയ്തോ, അതിനു വേണ്ടി നീ എന്ത് ചെയ്യരുത്, എന്നെ കരുവാക്കരുത്. മനസ്സിലായോ? വേറൊരാളെ ഡിഫെയിം ചെയ്തിട്ട് നീ ഈ പരിപാടി കാണിക്കരുത്. പലപ്പോഴായിട്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? PR അത് വിനു ആണെങ്കിലും നീ ആണെങ്കിലും ബാക്കി ആരാണെന്നുണ്ടെങ്കിലും പല ടീമുകളും. ഇനി വേറെ കാര്യം പറയാം, കാണുന്ന ജനങ്ങളോടാണ് പറയുന്നത്, ഈ PR ഇവരുടെയൊക്കെ തലവന്മാരും അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആളുകളുള്ള സെപ്പറേറ്റ് കോർ ഗ്രൂപ്പുകളുണ്ട്. അവിടെയൊക്കെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും നടക്കാറുണ്ട്. മനസ്സിലായില്ലേ? എല്ലാം നടക്കാറുണ്ട്. ചില സമയങ്ങളിൽ കണ്ടസ്റ്റന്റ് അടക്കം PR കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ മിണ്ടാതിരിക്കാനുള്ള കാര്യം എന്താ പറയുക, ഈ കണ്ടസ്റ്റൻസിനെ അടക്കമുള്ള പല രീതിയിലുള്ള സീക്രട്ട് സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്.
ചിലർ നാണക്കേടും മാനക്കേടും കൊണ്ടും പി ആറിനെ കുറിച്ച് പറയാതിരിക്കും. പി ആർ കൊടുത്തിട്ടും കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ട അവസ്ഥ വരും. അങ്ങനെ പല സീനുകളും ഇതിനകത്തുണ്ടേ. ഞാൻ പറയുന്നത് ഈ തോമസ് ജോർജോ സനീഷോ നിങ്ങളെ പണിയെടുത്തോ. അനീഷിനെ വെളുപ്പിക്കേ, നിങ്ങൾ മുടിപ്പിക്കേ, നിങ്ങൾ എന്ത് വേണേ നിങ്ങൾ ചെയ്തോ. എടുത്ത കാശിന് മേടിച്ച കാശിന് നിങ്ങൾ പണിയെടുത്തോ. പക്ഷെ എന്ത് ചെയ്യരുത്, അനാവശ്യമായിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ പ്രപ്പോസൽ സീന് തലേ ദിവസേ ആളുകളുടെ ഇടയിൽ പുറത്തിട്ട് ഇത് ഡിസ്കഷനിൽ കൊണ്ടുവന്ന് അതിൽ നിന്ന് അനുമോളെ അടിച്ച് അനുമോളുടെ തങ്കച്ചൻ്റെ സാധനമൊക്കെ വെച്ചതാ ഞാൻ സ്ക്രീൻഷോട്ട് വെക്കേണ്ടി തോമസ് ജോർജ് വെച്ചത്. ഇത് ഓൾറെഡി പ്ലാൻഡ് ആയി തങ്കച്ചൻ്റെ സാധനമൊക്കെ കൊണ്ടുവരാൻ. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് അനുമോളെ ഡീഫെയിം ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ PR പരിപാടി. അത് നിങ്ങൾ 2 PR തമ്മിലാവ്. അതിലേക്ക് അൺവാണ്ടഡ്ലി എൻ്റെ പേര് വലിച്ചു കൊണ്ടുവരിക. വിനു എൻ്റെ സുഹൃത്തായതുകൊണ്ട് വിനുവിനെയും വെച്ചുള്ള സംസാരങ്ങൾ വരിക നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ പണി എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യും. ഇപ്പൊ ബിജിരാജിനെ നിങ്ങൾ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഇപ്പൊ ആരാ പൊളിഞ്ഞവിടെ? ഇത്രയും കാലം പല നാട്ടുകാരും വിചാരിച്ച ഒരു കോമണറായി സാധാരണക്കാരനായിട്ട് വന്ന അനീഷിന് എന്ത് PR എന്നായിരുന്നു പലരും ചോദിച്ചുകൊണ്ടിരുന്നത്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് PR ഏജൻസി. ബിനു എന്ന് പറയുന്നത് ഒരു ഏജൻസി ഒന്നുമല്ല, ഒരൊറ്റ ഇരുന്ന് പണിയെടുക്കുന്നത്. ഓന് കുറച്ച് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികൾ ഉള്ളതുകൊണ്ട് അതിന്റെ കട്ട്സും സാധനങ്ങളൊക്കെ വെച്ച് ബാക്കി പരിപാടികളിൽ 1-2 സീസണായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതാണ് വിനുവിന്റെ പരിപാടി. പക്ഷെ ഈ സീസണിൽ ഇറങ്ങിയതാണ് ഈ പറഞ്ഞ സനീഷും ഈ പറഞ്ഞ MS ഗ്രൂപ്പ് ടീമൊക്കെ. പല കോർപ്പറേറ്റ് സർക്കിളിലും പല സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പേജുകളും ടീമുകളെയൊക്കെ ഹാൻഡിൽ ചെയ്തു എന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാൻഡിലിങ്ങിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, നിങ്ങൾ കമ്പയറിങ് ടു അതർ PRs നിങ്ങൾക്ക് കുറച്ച് ഫെസിലിറ്റി കൂടുതലുണ്ട്, കുറച്ച് സാധനങ്ങൾ കൂടുതൽ കയ്യിലിരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ മെത്തേഡ് അറിയുന്നുണ്ടാവില്ല. അവിടെയാണ് നിങ്ങൾക്ക് തോമസ് ജോർജിനെ പോലെയുള്ള കുറച്ച് വർഷങ്ങളായിട്ട് ഇതിനകത്ത് കിടന്ന ആളാവാൻ വേണ്ടി ശ്രമിക്കുന്ന പുഴുക്കള നിങ്ങൾക്ക് ആവശ്യമുള്ളത്. മനസ്സിലായോ? അവിടെയാണ് ഈ തോമസ് ജോർജിനെ പോലുള്ളവന്മാർ, അതായത് കുറച്ച് ഫെയിം ആവണം, ഏത് രീതിക്ക് കുനിഞ്ഞു കൊടുത്താലും ഞാൻ ഫെയിം ആവും എന്ന് പറഞ്ഞു നടക്കുന്ന തോമസ് ജോർജിനെ പോലുള്ളവന്മാർ നിങ്ങൾ യൂസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് സർക്കിളിനകത്തൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾ സ്പോർട്സ് റിലേറ്റഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടണം. അപ്പം നിങ്ങൾ പല സീസണുകളിലായിട്ട് എപ്പോഴും ഞാൻ കാണുന്നതാണ്, ചില സീസൺ തുടങ്ങാൻ നേരത്ത് ചില ആളുകൾ ചിലരെ ഏറ്റെടുത്താണ് പോകും. തോമസ് ജോർജ് ഇപ്രാവശ്യം ഏറ്റെടുത്തത് അനീഷിനെ ആയതുകൊണ്ട് അനീഷിന്റെ സാധനമായ സനീഷിലേക്ക് നിങ്ങൾ പോയി അത് കയറി ഒരു ഗ്രൂപ്പായി. തോമസ് ജോർജും സനീഷും ഒക്കെ ഒരു ഗ്രൂപ്പായി. ഈ തോമസ് ജോർജ് എന്ന് പറഞ്ഞ വേടല അതിലും കോമഡിയാ. ഇവൻ മാരാരെ ജയിപ്പിച്ചുണ്ടാക്കിയ സൽപ്പേര് കാട്ടുതീ കാരണം പോയി. അതായത് സിജോനെ കഴിഞ്ഞ സപ്പോർട്ട് ചെയ്തു എന്നാണ് ഇപ്പം പല ഗ്രൂപ്പിലും ഇടുന്നത്. ഇവനാണ് മാരാരെ ജയിപ്പിച്ചതെന്നാണ് ഇപ്പം പല ഗ്രൂപ്പുകളിലും പറഞ്ഞു നടക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ജനങ്ങളോടാണ്, നിങ്ങൾ PR കൊടുക്കാതിരിക്കുക. ഈ കണ്ടസ്റ്റൻസ്, ജനങ്ങളും കണ്ടസ്റ്റൻസും, ജനങ്ങൾ എസ്പെഷ്യലി ഈ പല കണ്ടസ്റ്റൻസും PR കൊടുത്തിട്ട് പോകും. അവരുടെ ഗെയിം മാത്രം കണ്ട് അസസ് ചെയ്തിട്ട് വാല്യൂ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വോട്ടുകൾ കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. അല്ല നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് ഹാർഡ് കോർ ഫാനായിട്ട് നിങ്ങൾ അയാൾ പറയുന്നത് എന്ത് വെളുപ്പിക്കാൻ നടക്കണമെങ്കിൽ അതൊരു വിഷയമല്ല. നമ്മൾ അങ്ങനെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ചെയ്യുമ്പോൾ നമ്മളത് വെളുപ്പിക്കാൻ നടക്കും. അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ വേറെ ഒരാളെ ഡിഫെയിം ചെയ്യരുത്. മനസ്സിലായ? അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ PR-ന്റെ പരിപാടിയിൽ എനിക്ക് ആദ്യം പറയാം, ഇവനെ പോലുള്ള ഫേക്ക് കോളികൾ ഇത് ഇനി പോകുന്ന കണ്ടസ്റ്റൻസിനോടോ പറയാനുള്ള ഈ മുഖങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചോ. ഈ തോമസ് ജോർജിനെ പോലുള്ള കള്ള കാപ്പിരികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അടുപ്പിക്കാതിരിക്കുക. കാരണം നിങ്ങളൊപ്പം നിൽക്കും, നാളെ കാശ് കിട്ടിയാൽ അപ്പുറത്ത് പോയി ചാടും, ഇപ്പുറത്തും നിൽക്കും അപ്പുറത്തും ചാടും. സ്വയം ഫെയിമിന് വേണ്ടി ഇന്നലെ എന്നോട് ഇവന്റെ ഫോട്ടോ വെച്ച് തമ്മിലൊക്കെ ആക്കാൻ പറഞ്ഞ എന്താ അറിയോ, എങ്ങനെയെങ്കിലും ഇത്രയും കാലം 4 ആൾ അറിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പോലെ ഏതെങ്കിലും പൊട്ടം കൊണ്ടുപോയിട്ട് ഇവന് കൂടുതൽ പൈസക്ക് PR കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞത്. നീ എടുത്തോ എൻ്റെ വക ഫ്രീ പ്രൊമോഷൻ മോനെ. നാണം കെട്ടവന് ഫ്രീ പ്രൊമോഷൻ തന്നു എന്നുള്ള ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. മനസ്സിലായില്ലേ? ഇവന്റെ ഫോട്ടോ വെച്ച് തന്നെ ഞാൻ തമ്മിലിടും, എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞിട്ട്. അനീഷ് PR എന്ന് പറഞ്ഞ സനീഷിനോടാണ് പറയാനുള്ളത്, ഇമ്മാതിരി തൂറ്റാപ്പിയാളെ കയ്യിൽ ഒപ്പം പിടിച്ച് നടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പോർട്സ് സർക്കിൾ പ്രൊമോഷൻ സാധനമൊക്കെ ആയിട്ട് പോകുന്നൊരു ഗ്രൂപ്പും ടീമുമാണ് നിങ്ങളത്. കൂടുതൽ ഇനി ഇതിന്റെ പേരിൽ എന്നെ ചൊറിയാൻ വന്നാൽ അതും കൂടിയൊക്കെ എടുത്ത് ഞാൻ പുറത്തിട്ടിട്ട് എന്ത് ചെയ്യും, അതും കൂടി നാട്ടുകാരെ കാണിച്ചു കൊടുക്കും. പിന്നെയും പ്രശ്നം ഈ പറഞ്ഞ അനീഷ് എന്ന് പറഞ്ഞത്, ഞാൻ ഇപ്പോഴും പറയുന്ന ഈ വീഡിയോയിൽ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി അറിഞ്ഞുകൊണ്ടുള്ള ഒരു PR ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അനീഷിന് അനിയൻ എബീഷ് ചിലപ്പോൾ കൊടുത്തതായിരിക്കാം, മേ ബി. അത് തെറ്റുമല്ല, കാരണം ഒരാൾ നന്നായിട്ട് കളിക്കുമ്പോൾ അയാൾക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് PR നിങ്ങൾ കൊടുത്തോ, നോ ഇഷ്യൂസ്, ഞാൻ അതിൽ ഓക്കെയാണ്. ഓക്കെ. പക്ഷേ എന്നെപ്പോലെ ഇതിനെക്കുറിച്ചൊന്നും ഒരു ബന്ധമില്ലാതെ, അതായത് ഈ PR-കളായിട്ട് ഇപ്രാവശ്യം ഒരു ബന്ധവും വെക്കാതെ, അതായത് ഇതിൻ്റെ കാര്യത്തിലില്ല, പൈസയുടെ കാര്യത്തിലോ സപ്പോർട്ടിൻ്റെ കാര്യത്തിലോ ഒരു ബന്ധവും വെച്ചിട്ടില്ല ഞാൻ. പക്ഷെ പേഴ്സണലി അറിയാവുന്ന ഇതേപോലുള്ള വിനുവിനെ പോലുള്ളവരോ അല്ലെങ്കിൽ വേറെ കുറച്ച് ആളുകളോ, അവർക്ക് പേഴ്സണലി എനിക്ക് അറിയാവുന്നേ ഉള്ളൂ. അത് വിചാരിച്ച് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇതുവരെ മാമാപ്പണി എടുക്കാൻ ഈ സീസണിൽ ഞാൻ നടന്നിട്ടില്ല. പറയേണ്ട സമയത്ത് ഓരോ കണ്ടസ്റ്റന്റിനെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്,
സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഓരോ കണ്ടസ്റ്റന്റിനെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് എനിക്ക് തോന്നുന്ന സമയങ്ങളിൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് പറയാനുള്ളത് അനീഷ് വി ഓറിനോട് ഇത്രയേ ഉള്ളൂ. വെറുതെ പോകുന്ന ഏതെങ്കിലും ഒരു വള്ളി എടുത്ത് ഇന്റെ തലയിൽ വെച്ചരരുത്. ഞാൻ ഈ സീസണിൽ മര്യാദയ്ക്കാണ് പോയിരുന്നത്. ഞാൻ വിനുവിനെ മാത്രമേ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ അനീഷ് പി ആറും MS ഗ്രൂപ്പും ആയിട്ട് സനീഷ് അടക്കം തോമസ് ജോർജ് അടക്കം എല്ലാം എക്സ്പോസ്ഡ് ആയി. നാട്ടുകാർ ഇത് അറിയണം. കാരണം വെറും ഒരു കോമണർ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറി അനീഷ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ PR ടീംസിന്റെ ഹാൻഡ്ലിങ്ങിലാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അതും ഹെവി ടീമാണ്, ചെറിയ ടീമും അല്ല ഇവരൊന്നും. പ്രീ പ്ലാൻഡ് ആയിട്ട് ഓൾറെഡി ഇവർക്ക് ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഇവർ അതിനനുസരിച്ചുള്ള വെളുപ്പിക്കൽ പ്രക്രിയകളൊക്കെ നടത്തി പോകുന്ന ഒരു ടീമാണ്. അപ്പൊ ഇതൊന്നും കുറവല്ല. മനസ്സിലായോ? ഒരു കോമണർ എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ഇത് ശരിക്കും ഭയങ്കര മോശമാണ്. അയാൾ ശരിക്കും ഈ PR സാധനങ്ങളോ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ കയറിയ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ അല്ലാതെ ഇത് കൊടുക്കാതെ കയറിയൊരു മനുഷ്യനായിരിക്കാം. പക്ഷെ പുറത്തുനിന്നുള്ളവരുടെ ഇങ്ങനത്തെ നാറിയ പരിപാടി കാരണം അയാൾക്ക് വരെ നാളെ പണി കിട്ടുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ മാറും. മനസ്സിലായോ? അതുകൊണ്ട് ദയവേത് എനിക്കൊരു കാര്യമേ പറയുള്ളൂ, എന്റെ വഴിക്ക് വിട്ടേക്ക്, ഇതിന്റെ പിന്നാലെ നിന്ന് ഇറക്കി വിടരുത് ദയവേത്. ഞാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ. പിന്നെ പുറത്തു വരാൻ താല്പര്യമില്ല. തോമസ് ജോർജിന് ശബ്ദം പുറത്തു വിടാൻ താല്പര്യമില്ലാത്ത പോലെ അനീഷിന് സ്വന്തം ഐഡന്റിറ്റി പുറത്തു വിടാൻ താല്പര്യമില്ലാത്ത പോലത്തെ പരിപാടികളാണെങ്കിൽ നാളെ ആ ഐഡന്റിറ്റി ഇപ്പോൾ തോമസ് ജോർജിന്റെ ഇട്ട പോലെ തന്നെ ഓരോന്നായിട്ട് ഞാൻ കൊണ്ടുവന്നിടും. അത് ബാക്കി PR-കളോടുമാണ് പറയുന്നത്. എൻ്റെ പാട്ടിന് വിട്ടേക്ക്. ഞാൻ എൻ്റെ കുറച്ച് വ്യൂവേഴ്സും എന്നെ ഇഷ്ടപ്പെടുന്നതോ എന്നെ വിമർശിക്കുന്നതോ എന്നെ ഇഷ്ടമില്ലാത്ത ആളുകളോ ആയിട്ടൊക്കെ ഞാൻ എൻ്റെ അരിയും മേടിച്ച് ഞാൻ യൂട്യൂബിൽ പോയിക്കൊണ്ട് ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാനോ എൻ്റെ പേരിൽ ഫേക്ക് സാധനങ്ങൾ അടിച്ചിറക്കാനോ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കഞ്ഞിയിൽ നാളെ നിങ്ങൾ അരി മുട്ടുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഞാൻ ഇതേപോലെ എക്സ്പോസ് ആക്കി വിടും. ഓക്കെ?